ജന്മനാട്ടിലെ സ്കൂൾ കാലം ഓർത്തെടുത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണിന് ജന്മനാടായ ഉദയഗിരിയിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. മന്ത്രിയായ ശേഷം ആദ്യമായി ഉദയഗിരിയിൽ എത്തിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉദയഗിരി ഗ്രാമപഞ്ചായത്തും പ്രത്യാശ UP സ്കൂളും സംയുക്തമായിട്ടാണ് പൗരസ്വീകരണം നൽകിയത്. ഉദയഗിരി സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന യോഗത്തിൽ താൻ 10ാം ക്ലാസ് പഠനം വരെ ജീവിച്ച താബോറിലെയും തിരുമേനിയിലെയും നാളുകൾ മന്ത്രി ഓർത്തെടുത്തു. 5, 6, 7 ക്ലാസുകൾ പഠിച്ച പ്രത്യാശ സ്കൂളിലേക്കും തിരിച്ച് വീട്ടിൽ നിന്ന് നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അന്ന് റോഡില്ല, നടവഴിയിൽ പിന്നിട്ടാൽ കല്ലിലും മണ്ണിലും ചവിട്ടിയുള്ള യാത്ര എന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന ചിന്ത പകർന്നു നൽകിയത് മാതാപിതാക്കളും അന്നത്തെ അധ്യാപകരുമാണെന്ന് മന്ത്രി പറഞ്ഞു. ഒറ്റനില ഓടിട്ട ബിൽഡിംഗ് ആയിരുന്നു, പഴയ ബിൽഡിംഗ് ആയിരുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അന്ന് അതൊക്കെ വലിയ സൗഭാഗ്യങ്ങൾ തന്നെയാണ്. അന്ന് പൊതിച്ചോറുമായിട്ട് വരിക, ഉച്ചയ്ക്ക് ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ തോട്ടിൽ പോവുക, പിന്നെ അത്യാവശ്യം സ്കൂളിൽ ആ സമയത്ത് വിദ്യാർത്ഥികൾ നടത്തുന്ന എല്ലാ കലാപരിപാടികളും അത്യാവശ്യം കുസൃതിയും ഒക്കെയുള്ള ഒരു സാധാരണ വിദ്യാർത്ഥി തന്നെയായിരുന്നു. ഇവിടെ പക്ഷേ അന്നും നമ്മുടെ മനസ്സിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരണം എന്ന ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തെ സ്കൂളിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ പത്രം വായിക്കുകയും രാഷ്ട്രീയത്തോടും ഭരണ സംവിധാനത്തോടും ഒക്കെ താല്പര്യം തോന്നുകയും ചെയ്തിട്ടുള്ളൊരു വിദ്യാർത്ഥിയാണ്. അങ്ങനെ കാരണം ഞാൻ പത്രം കിട്ടിയാൽ ഏറ്റവും ആദ്യം ഫ്രണ്ട് പേജിലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളൊക്കെ വായിക്കും. പിന്നെ വായിക്കുന്നത് ബാക്കിലെ സ്പോർട്സ് പേജാണ്, സ്പോർട്സിനോടുള്ള താല്പര്യം കൊണ്ട്. ഇപ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോൾ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങളൊക്കെ വേൾഡ് കപ്പിനോട് നമുക്കല്ലെങ്കിൽ ഫുട്ബോളിനോടൊക്കെ താല്പര്യം തോന്നിയത് അന്ന് TV യിൽ കണ്ടിട്ടല്ല, പത്രത്തിൽ വായിച്ചിട്ടാണ്. അന്ന് പത്രത്തിൽ വായിച്ച് നമുക്ക് ഇതൊക്കെ ഫോളോ ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങളുള്ളൂ. ഞങ്ങൾക്ക് വീട്ടിൽ കറണ്ട് കിട്ടുന്ന എനിക്ക് തോന്നുന്നു ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, 8ലോ 9ലോ പഠിക്കുന്ന സമയത്താണ് വീട്ടിൽ കറണ്ട് കിട്ടിയിട്ടുള്ളൂ. അതിനു മുമ്പ് ഞങ്ങൾക്കൊക്കെ ഈ മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിയും ഒക്കെ ആയിരുന്നു ആശ്രയം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും രാഷ്ട്രീയത്തോടും ഒക്കെ താല്പര്യം തോന്നി. പിന്നീട് ഞാൻ 10ാം ക്ലാസ് പഠനത്തിന് ശേഷമാണ് ഉന്നത വിദ്യാഭ്യാസം പ്രീ-ഡിഗ്രി പഠിക്കുവാനായിട്ട് എറണാകുളത്തേക്ക് പോയത്. ഇവിടെ നേരത്തെ സംസാരിച്ച 1-2 പേര് ജനപ്രതിനിധികളൊക്കെ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാണ്. കാരണം താബോർ മലയിൽ നിന്നും ഒരു കോളേജിൽ പോകണമെങ്കിൽ ഒന്നുകിൽ തളിപ്പറമ്പിലാണ് ഒരു കോളേജുള്ളൂ, അല്ലെങ്കിൽ പയ്യന്നൂർ കോളേജാണ് അന്ന് ആകെ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ 2 സ്ഥലത്ത് പോകണമെങ്കിൽ നമ്മളെ സംബന്ധിച്ച് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ബസ് തിരുമേനി വരെ ഇവിടെ ഉദയഗിരി വരെ അന്ന് ബസ്സുള്ളൂ, അപ്പുറത്തെ സൈഡിലാണെങ്കിൽ തിരുമേനി വരെ ബസ്സുള്ളൂ. താളിപ്പാറയ്ക്കും താബോറിനും ഒന്നും അന്ന് ബസ് സർവീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നടന്ന് ഉദയഗിരി വരിക, ഇവിടെ നിന്ന് പിന്നെ ബസ് കയറി പോകണം, അങ്ങനെയൊക്കെ ദിവസേന പോയി വരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വീട്ടുകാർ വലിയ പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും നന്നായിട്ട് പഠിച്ചോട്ടെ എന്ന ലക്ഷ്യത്തോടു കൂടി എറണാകുളത്തേക്ക് യാത്ര പറഞ്ഞു വിടുന്നതും. 4ാം ക്ലാസ് വരെ താബോർ സ്കൂളിൽ പഠിച്ച മന്ത്രി റോജിയുടെ ഹൈസ്കൂൾ പഠനകാലം തിരുമേനി ഹൈസ്കൂളിലായിരുന്നു. പ്രീ-ഡിഗ്രി മുതലാണ് എറണാകുളത്തേക്ക് മാറിയത്. സ്വീകരണയോഗം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ പ്രവർത്തനങ്ങൾ വളരെ പ്രശംസിക്കപ്പെട്ടു. വളരെ ശക്തമായ പ്രവർത്തനമാണ് അദ്ദേഹം നിയമസഭയിൽ കാഴ്ചവെച്ചത്. എല്ലാവർക്കും അദ്ദേഹം ഒരു ആവേശമായിരുന്നു. നിയമസഭയിലേക്ക് അദ്ദേഹത്തിന് ശേഷമാണ് കഴിഞ്ഞ 2021 എനിക്ക് പോകാൻ സാധിച്ചത്. ഞാൻ നിയമസഭയിലെത്തുമ്പോഴും എൻ്റെ കൊച്ചു സഹോദരൻ, നമ്മുടെ നാട്ടുകാരൻ, നിയമസഭയിൽ അതിശക്തമായ പ്രകടനങ്ങളിലൂടെ മാസ്മരികമായ ഒരു നേതൃത്വ ഗുണം അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. ഞങ്ങൾക്കെല്ലാം അദ്ദേഹം ഒരു പ്രചോദനമായിരുന്നു, ഞങ്ങൾക്കെല്ലാം അദ്ദേഹം ഒരു പ്രോത്സാഹനമായിരുന്നു. ഇക്കുറി വീണ്ടും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം ഒരിക്കലും ആരോടും ചോദിച്ചിരുന്നില്ല. പക്ഷേ
ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ വകുപ്പാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. നമ്മെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ മന്ത്രിസ്ഥാനം തീർച്ചയായിട്ടും അദ്ദേഹം അത് അലങ്കാരമായി കാണാതെ. ഉദയഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ആലുമൂടിൽ അധ്യക്ഷനായി. തലശ്ശേരി എഡ്യൂക്കേഷണൽ സൊസൈറ്റി കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ സോണി വടശ്ശേരിയിൽ മുഖ്യപ്രഭാഷണവും സ്കൂൾ മാനേജർ ഫാദർ സേവ്യർ പുത്തൻപുരയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. തന്നെ പഠിപ്പിച്ച അധ്യാപകരെ മന്ത്രി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് പൂവനാട്ട്, ഉദയഗിരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NN പ്രസന്നകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോളി വർഗീസ് വട്ടോളി, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീൻ തെക്കേൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ജോസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ബാബു പാറപ്പള്ളിൽ, പൗരസമിതി കൺവീനർ തോമസ് വൈക്കത്താനും, സ്കൂൾ പ്രധാനാധ്യാപിക കെ സാലി, താബൂർ സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ജോർജ് ചിലമ്പിക്കുന്നേൽ, EM നാസർ, ജോയിച്ചൻ പള്ളിയാലിൽ, പഞ്ചായത്ത് സെക്രട്ടറി കെ രാജീവൻ എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മന്ത്രിക്ക് ഉപഹാരം സമ്മാനിച്ചു. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.